ഹായ് നമസ്കാരം, എല്ലാവർക്കും ടെക് ഫോർ മലയാളത്തിന്റെ മറ്റൊരു കിഡിലൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ അരുൺ. നമ്മളെല്ലാവരുടെ ഫോണിലും നമ്മൾ വാട്സപ്പ് ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. നോർമൽ രീതിയിൽ നമ്മുടെ ഒരു ഫോണിൽ നമുക്ക് ഒരു വാട്സപ്പ് മാത്രമേ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇനി നമുക്ക് രണ്ടാമതൊരു വാട്സപ്പും കൂടി വേണമെങ്കിൽ നമ്മൾ GB വാട്സപ്പ് അല്ലെങ്കിൽ പാരലൽ സ്പേസ് പോലുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ ഉപയോഗിച്ച് നമ്മൾ രണ്ടാമതായി ഒരു വാട്സപ്പ് ക്രിയേറ്റ് ചെയ്യും. എന്നാൽ ചില കൂട്ടുകാർക്ക് ഈ ഒന്നും രണ്ടും വാട്സപ്പ് ഒന്നും തികയാത്ത ഒരു അവസ്ഥ വരും. അപ്പോൾ അത്തരത്തിലുള്ള പ്രോ വാട്സപ്പ് യൂസേഴ്സിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ഈ ഒരു വീഡിയോ അവസാനം വരെ കാണുക. നമുക്ക് ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ച് നമ്മുടെ ഫോണിൽ അൺലിമിറ്റഡ് വാട്സപ്പ് അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. സോ നമുക്ക് നേരിട്ട് തന്നെ വീഡിയോ കണ്ട് മനസ്സിലാക്കാം. നമ്മൾ ഇതിനായി ഉപയോഗിക്കുന്നത് ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ അധികം പരിചയം ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. ആപ്ലിക്കേഷൻ്റെ പേര് വാട്സ്ചാറ്റ് എന്നാണ്. നമുക്ക് ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക. അവിടെ നമുക്ക് ഏറ്റവും മുകളിലായി ക്ലോൺ എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാൻ സാധിക്കും. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന വാട്സപ്പിന് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പേര് ചേർക്കാൻ സാധിക്കും. അവിടെ ഇപ്പോൾ ഡിഫാൾട്ട് നെയിമായി വാട്സപ്പ് 1 എന്ന് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് ചേർക്കാം. അതിനുശേഷം അവിടെ കൺഫേം എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മൾ ക്രിയേറ്റ് ചെയ്തൊരു വാട്സപ്പ് അവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ എൻ്റെ ഫോണിലുള്ള നോർമൽ വാട്സപ്പ് കൂടാതെ മറ്റൊരു വാട്സപ്പും കൂടി ഉണ്ടാക്കിയേക്കുകയാണ്. ഇനി ഞാൻ ആ വാട്സപ്പിലേക്ക് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത വാട്സപ്പിൻ്റെ ആ ഐക്കണിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ നോർമൽ വാട്സപ്പ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആവുന്നത് പോലെ തന്നെയായിരിക്കും ഓപ്പൺ ആവുക. അവിടെ എഗ്രി ആൻഡ് കണ്ടിന്യൂ എന്ന് പറഞ്ഞ ബട്ടൺ കാണാം. അത് ക്ലിക്ക് ചെയ്യുക. ശേഷം നമുക്ക് വേണ്ടപ്പെട്ട മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. നമ്മൾ എൻ്റർ ചെയ്ത നമ്പറിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. അത് ഒന്ന് ടൈപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായി വെരിഫൈ ചെയ്ത് നമുക്ക് നമ്മുടെ വാട്സപ്പ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു ഡെമോ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് പൂർണ്ണമായും മനസ്സിലാകാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ പൂർണ്ണമായും വർക്ക് ആവുന്നുണ്ട് എന്ന് നിങ്ങളെ കാണിക്കാൻ കൂടിയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം എൻ്റെ വാട്സപ്പ് അക്കൗണ്ട് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം മെസ്സേജുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വാട്സ്ചാറ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമ്മൾ നമ്മുടെ ഒന്നാമത്തെ വാട്സപ്പ് അക്കൗണ്ട് വളരെ സിമ്പിളായി തയ്യാറാക്കിയേക്കുവാണ്. ഇനി നമുക്ക് ഒരു വാട്സപ്പും കൂടി വേണമെന്നൊന്ന് ചുമ്മാതൊന്ന് വിചാരിക്കുക. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് അവിടെ ക്ലോൺ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ശേഷം നമുക്ക് വാട്സപ്പിന് എന്തെങ്കിലും പേര് കൊടുക്കാം. അതിനുശേഷം കൺഫേം എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കണ്ടില്ലേ, നമ്മൾ നമ്മുടെ രണ്ടാമത്തെ വാട്സപ്പ് അക്കൗണ്ടും ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. എന്താ സംഭവിക്കാൻ നോക്കാം. ഒരു മാറ്റവുമില്ല. നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്ത പോലെ തന്നെയാണ് ഓപ്പൺ ആയി വരുന്നത്. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് വേണ്ടപ്പെട്ട നമ്പർ ആഡ് ചെയ്യാം. അത് രജിസ്റ്റർ ചെയ്ത് നമുക്ക് പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ വാട്സ്ചാറ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമ്മുടെ സിംഗിൾ മൊബൈലിൽ നമുക്ക് അൺലിമിറ്റഡ് വാട്സപ്പ് അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അതിനായിട്ട് ജസ്റ്റ് ആ ക്ലോൺ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ശേഷം ആവശ്യമെങ്കിൽ ഒരു പേര് കൊടുത്ത് കൺഫേം ചെയ്ത് നമുക്ക് വാട്സപ്പ് ഓപ്പൺ ആക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ ആപ്ലിക്കേഷൻ്റെ കുറച്ച് സെറ്റിങ്സുകളൊന്ന് പരിചയപ്പെടാം. അതിനായിട്ട് മുകളിലുള്ള 3 വരകൾ ക്ലിക്ക് ചെയ്യുന്നു. ശേഷം ഇവിടെ ഫസ്റ്റ് വണ്ണായി നിങ്ങൾക്ക് ക്രിയേറ്റ് ബൂസ്റ്റിംഗ് ഷോർട്ട് കട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഫോണിൻ്റെ ഡെസ്ക്ടോപ്പിൽ പോയി നോക്കുകയാണെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ബൂസ്റ്റ് ചെയ്യാനുള്ള ഒരു ഐക്കൺ കാണാൻ സാധിക്കും. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബൂസ്റ്റ് ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു ഉപകാരം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു വാട്സ്ചാറ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഒരുപാട് വാട്സപ്പുകൾ ഉണ്ടാക്കുന്നുണ്ട്. ആ വാട്സപ്പുകളെല്ലാം നമ്മൾ ഒരേ സമയം റൺ ചെയ്യിക്കുകയാണെങ്കിൽ നമ്മുടെ ഫോൺ ഹാങ് ആവാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ബൂസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇനി അവിടെ രണ്ടാമതായി ബൂസ്റ്റിംഗ് വെയിറ്റ് ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതൊന്ന് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത എല്ലാ വാട്സപ്പുകളും അവിടെ ലോഡായി വന്നിട്ടുണ്ടാവും. നമുക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരു വാട്സപ്പ് നമുക്ക് വേണ്ട എന്ന് വിചാരിക്കുകയാണെങ്കിൽ അവിടെ റിമൂവ് എന്ന് പറയുന്ന ബട്ടൺ ഉണ്ട്. ഓക്കെ, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആ വാട്സപ്പ് അങ്ങ് ഒഴിവാക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമുക്ക് എത്ര വാട്സപ്പ് അക്കൗണ്ട് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. അത് ഒറ്റ സെക്കൻഡ് കൊണ്ട് ഡിലീറ്റ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഈ വാട്സ്ചാറ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഈ ഒരു വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ നിങ്ങൾ ദയവായി ഒന്ന് ശ്രമിക്കുക. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോകൾ ഡെയിലി ലഭിക്കുന്നതായിരിക്കും. സോ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. സ്നേഹപൂർവ്വം, അരുൺ.